ഞാൻ അത് പറഞ്ഞതിലേക്ക് വരാം. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് SFIയുടെ ഒരു രക്തസാക്ഷി ഉണ്ടായിരുന്നു. ബഹുമാനായ അവരുടെ രക്തസാക്ഷി സൈദാലി എന്ന് പറയുന്ന രക്തസാക്ഷി ഉണ്ടായിരുന്നു. SFIയുടെ രക്തസാക്ഷിയാണ്. SFIയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും രക്തസാക്ഷിയാണ്. സൈദാലി പിടഞ്ഞു വീണ് മരിച്ചത്, കുത്തേറ്റ് മരിച്ചത് പട്ടാമ്പി സംസ്കൃത കോളേജിലാണ്. RSSകാരുടെ കുത്തേറ്റ് സൈദാലി മരിച്ചത്. ആ കേസിൽ ഒരു 13ാം പ്രതി ഉണ്ടായിരുന്നു, ശ്രീ PJ. പിന്നെ അദ്ദേഹത്തിന്റെ പേര് ശങ്കരനാരായണൻ എന്നായിരുന്നു. ശങ്കരനാരായണൻ എന്ന് പറഞ്ഞൊരു പ്രതി ഉണ്ടായിരുന്നു. ആ ശങ്കരനാരായണനെ പിന്നീട് കോടതി വെറുതെ വിട്ടു. പക്ഷേ ആ ശങ്കരനാരായണനെ ഈ പറയുന്ന വിജയരാഘവൻ DYFIയുടെയും SFIയുടെയും ഒക്കെ നേതാവായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി DYFIയുടെ നേതാവാക്കി കൊണ്ടുവന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പേരാണ് ബാബു പാലിശ്ശേരി എന്നുള്ളത്. SFIയുടെ രക്തസാക്ഷി സൈദാലിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ 13ാം പ്രതിയായ K ശങ്കരനാരായണൻ പേര് മാറ്റി ബാബു പാലിശ്ശേരി എന്ന പേര് സ്വീകരിച്ച് അദ്ദേഹത്തെ കുന്നംകുളത്തെ DYFIയുടെ ഏരിയ സെക്രട്ടറിയും പിന്നീട് DYFIയുടെ ജില്ലാ സെക്രട്ടറിയും പിന്നീട് കുന്നംകുളത്തെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും പിന്നീട് അദ്ദേഹത്തെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പിന്നീട് കുന്നംകുളത്ത് MLAയും ആക്കിയ ചരിത്രം ഈ പാർട്ടിക്കുണ്ട് എന്നുള്ളത് ജയരായിട്ട് മറക്കരുത്. ഒരു രക്തസാക്ഷിയെ കൊലപ്പെടുത്തിയ ആളെയാണ് നിങ്ങൾ പിന്നെ MLA ആക്കി മാറ്റിയത്. അപ്പൊ ആ പാരമ്പര്യമൊക്കെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ. ഈ പറയുന്ന വയനാട് സീറ്റിന്റെ കണക്ക് നമുക്ക് എടുക്കാം. 7 പാർലമെന്റ്, ആ പാർലമെന്റിനകത്ത് 7 അസംബ്ലി ആണല്ലോ ഉള്ളത്. അത് പിന്നെ വയനാട് ജില്ലയിലെ മാനന്തവാടിയും അതുപോലെ തന്നെ കോഴിക്കോട് പിന്നെ തിരുവമ്പാടിയും മലപ്പുറത്തെ നിലമ്പൂരും ബാക്കി 4 സീറ്റുകളാണല്ലോ UDF സ്ഥാനാർത്ഥികൾ MLAമാരായിട്ടുള്ളത്. ഇവിടെയുള്ള ഈ 7 സീറ്റിൽ 3 സീറ്റിൽ അവിടെ ജയിച്ചു വന്നിട്ടുള്ളത് LDFന്റെ MLAമാരല്ലേ? അപ്പൊ ആ LDFനെ വോട്ട് ചെയ്ത അതേ ആളുകൾ തന്നെയല്ലേ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തത്? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഈ ഘടകത്തിനകത്ത് നിങ്ങളുടെ ഘടകങ്ങൾ പെടുന്നുണ്ടോ? നിങ്ങൾ ഈ കേരളത്തിലെ മതനിരപേക്ഷമായി ഈ സംസ്ഥാനത്ത് വോട്ട് ചെയ്ത ആളുകളെ നിങ്ങൾ പുച്ഛിക്കുകയാണ്. ഇതേ രാഹുൽ ഗാന്ധിയും ഇതേ പ്രിയങ്ക ഗാന്ധിയും തമിഴ്നാട്ടിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചില്ലേ? ഇവർ മഹാരാഷ്ട്രയിൽ